നമസ്തേ സാർ. നമസ്തേ. നമസ്തേ. സാറേ, നമ്മുടെ അടുത്ത കാലത്തുണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ സ്ഥാനചലനത്തിലേക്ക് എത്തുന്നു. പക്ഷേ ഒരു കാര്യം മറന്നുകൊണ്ടല്ല ഞാനത് പറയുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കുമെന്നും ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുമെന്നും പ്രതീക്ഷിച്ച് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമാക്കിയാണ് ഈ ബഹളങ്ങൾ നടക്കുന്നതെന്ന് അറിയാം. അത് നടക്കട്ടെ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് ഇളക്കം വരാൻ വഴിയില്ല അല്ലേ? അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടുന്നത് മുഖ്യമന്ത്രി ആകാൻ അവസരം കിട്ടാത്ത ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്നാണ് ഇദ്ദേഹത്തിലേക്ക് പ്രതിപക്ഷ സ്ഥാനം വരുന്നത്. അത് കിട്ടിയതിനെക്കുറിച്ച് ചില വിവാദങ്ങളൊക്കെ ഉണ്ട്. ഈ പാർട്ടിയിലെ ഉയർന്നു വരുന്ന ചില യുവ തുർക്കികൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഷാഫി പറമ്പിലിൻ്റെ പേരൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അവരുടെയൊക്കെ ഒരു സപ്പോർട്ടോടുകൂടി ഈ സ്ഥാനം ഇദ്ദേഹം നേടിയെടുത്താണ്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിലൊക്കെ ഇതിനെക്കുറിച്ച് ചില സൂചനകളുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. ഈ പ്രതിപക്ഷ സ്ഥാനം സതീശനിലേക്ക് പോയതിനെക്കുറിച്ച് ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഈ വി ഡി സതീശനെക്കുറിച്ച് നിഷ്പക്ഷമല്ല നിരീക്ഷണം നടത്തുമ്പോൾ മനസ്സിലാകുന്നത് അദ്ദേഹം ഒരു മീഡിയ നേതാവാണ്. അദ്ദേഹം നിയമസഭയിൽ നന്നായി സംസാരിക്കും, മാധ്യമപ്രവർത്തകരോട് സംസാരിക്കും. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു ഇടതുപക്ഷ പ്രവർത്തകനെ പോലെ അല്പം ധാർഷ്ട്യം കലർന്ന രീതിയിലൊക്കെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുക, പാർട്ടി അനുയായികളോട് സംസാരിക്കുക, അങ്ങനെയുള്ള ഒരു നേതാവാണ് അദ്ദേഹം. ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ള ഒരു ജനകീയ സ്വീകാര്യത വി ഡി സതീശനുണ്ടോ എന്നുള്ളതിനൊരു സംശയമുണ്ട്. അതിന് ചരിത്രപരമായ പല കാരണങ്ങളുണ്ട്, അങ്ങനെയൊക്കെ അറിയാമല്ലോ. തീർച്ചയായിട്ടും. ഞാൻ ഇതിനിടയിൽ അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചു. അതായത് ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഉമ്മൻചാണ്ടി യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയെ ആക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്നതിന് ശേഷം ഉമ്മൻചാണ്ടിയുടെ പറഞ്ഞ ശേഷം ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്ന കുറേ ആളുകൾ ഈ സാറി പറഞ്ഞതുപോലെ തന്നെ ഈ യുവ നേതാക്കളടങ്ങുന്നവർ ആണ് സതീശൻ്റെ സ്ഥാനാരോഹണത്തിന് പിന്നിൽ എന്നാണ് കരുതപ്പെടുന്നത്. അത് തുടരുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അത് തുടരുകയും ചെയ്യുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തല തീർച്ചയായിട്ടും പൊതുസ്വീകാരനാണ്. പൊതുസ്വീകാരം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനെ സ്വീകാര്യത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അതിന് അദ്ദേഹം ഒരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട്. അത് അദ്ദേഹം ഏറ്റവും ഒടുവിലാണ് ഈ രമേശ് ചെന്നിത്തല ഇപ്പോൾ നായർ സർവീസ് സൊസൈറ്റിയുടെയും അന്നും ജയന്തി സമ്മേളനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു. 10-11 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തെ അവിടെ ഔപചാരികമായി ക്ഷണിക്കുക. എല്ലാ വർഷവും എത്താറുണ്ടെങ്കിലും കഴിഞ്ഞ വർഷമൊക്കെ ഞാനവിടെ പോയിരുന്നു, ഈ സമ്മേളന സ്ഥലത്ത് പോയിരുന്നു. അപ്പോൾ ഈ അദ്ദേഹം വന്ന് പെട്ടെന്ന് പുഷ്പാർച്ചന നടത്തി മടങ്ങുമായിരുന്നു. ഈ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ അങ്ങനെ മൈൻഡ് ചെയ്യുന്നതായി കണ്ടില്ല. അതുകൊണ്ട് അദ്ദേഹം അങ്ങ് പോകുമായിരുന്നു. യഥാർത്ഥത്തിൽ ഇതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അവിടത്തേക്ക് പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നു എന്ന് പറയുന്നതിനൊന്നും വലിയ പ്രാധാന്യമില്ല. അത് കുറച്ച് നാളുകളായി തുടർന്നു വരുന്നവരാണ്. പണ്ടും മന്നം ജയന്തി അന്നത്തോളം ജീവിച്ചിരിക്കുന്ന കാലത്തും ആഘോഷിക്കാറുണ്ട്. ഒത്തിരി ആളുകൾ അദ്ദേഹത്തെ വന്ന് കാണാറുണ്ട്, തിരിച്ചു പോകാറുണ്ട്. അതിന് ശേഷമുള്ളപ്പോഴുമൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട്. പിന്നെ ആഘോഷമായി നടന്നിരുന്ന ഈ വിവിധ നായർ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നടന്നിരുന്ന വലിയ സമ്മേളനങ്ങൾ, നായർ മഹാസമ്മേളനങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇദ്ദേഹം ഈ നാരായണ പണിക്കരുടെ കാലശേഷവും പിന്നെ സുകുമാരൻ നായർ അദ്ദേഹം ആയതിനു ശേഷമൊക്കെ ആയിട്ട് ഈ 2 ദിവസങ്ങളിലാണ് ഈ പൊതുചടങ്ങുകൾ, അതായത് മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പടങ്ങ് ജനുവരി 1-2 തീയതികളിലേ നടക്കാറുള്ളൂ. അങ്ങനൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെടുന്നത് ഇവർക്ക് താല്പര്യമുള്ളവരാണ് എന്ന ഒരു തോന്നലുമുണ്ട്. യഥാർത്ഥത്തിൽ NSS നേതൃത്വം അല്ലെങ്കിൽ സുകുമാരൻ നായർ, NSS നേതൃത്വം എന്ന് പറയുന്നത് സുകുമാരൻ നായർ, അദ്ദേഹം വളരെ കരുതലോടുകൂടി ഇങ്ങനെ പ്രവർത്തിക്കുന്നുള്ളൂ. കഴിഞ്ഞ തവണ ശശി തരൂരിനെയായിരുന്നു മുഖ്യാതിഥിയായിരുന്നു. ഇത്തവണ രമേശ് ചെന്നിത്തലയെ വിളിച്ചു. കുറേ നാൾക്ക് ശേഷം അത് രമേശിൻ്റെ എല്ലാ സുഹൃത്തുക്കളും കോളേജിൽ, ഞാൻ ചങ്ങനാശ്ശേരി കോളേജിലാണ് പഠിച്ചത്. എന്നെക്കാട്ട് 2 വർഷം സീനിയറായിട്ടാണ് രമേശ് ചെന്നിത്തല പഠിച്ചത്. അപ്പോൾ അവിടുത്തെ ഒരു കോളേജ് പൊളിറ്റിക്സോട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ എനിക്കറിയാം. അവിടെയുള്ള ചില സുഹൃത്തുക്കളുടെയൊക്കെ സമ്മർദ്ദഫലമായിട്ടും ഒക്കെയാണ് ഇപ്പം ഒരു തമ്മിലുള്ള ഒരു പാച്ചപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ അത്രയേറെ വലിയ പ്രാധാന്യം ഇതിലുണ്ടെന്ന് ഇവർ ധരിച്ച് വശമായിട്ടുണ്ടോ, അതോ നമ്മുടെ മാധ്യമങ്ങളും ഇതൊക്കെ കൂടെ ചേർന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമാണോ? വി ഡി സതീശൻ NSS ഒരു സമുദായത്തിൻ്റെയും നിന്നിറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞത് അബദ്ധമായോ എന്ന ചിന്തയിലാണ് ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു പോയി, അത് അബദ്ധമായോ എന്ന ഒരു ചിന്തയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലത്തിലാണ് ഈ വിവാദങ്ങൾ കൊഴുക്കുന്നത്. പക്ഷേ SNDP യോഗം നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിലൊന്നും പ്രത്യേകിച്ച് കഥയോ കാര്യങ്ങളോ വലിയ പ്രാധാന്യമോ ഇല്ല. സാമുദായിക രാഷ്ട്രീയം തിരുവിതാംകൂറിലൊന്നും അല്ലെ തിരുക്കൊച്ചിയിൽ ഉണ്ടായിരുന്നതിൻ്റെ അത്രയും ശക്തമായിട്ട് ഇന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ പണ്ട് തിരുക്കൊച്ചി അസംബ്ലിയിലാണ് പിന്നെ ഈ സാമുദായിക അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ MLA-മാരൊക്കെ പറയുകയും അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നൊരു കാലം. തയ്യത് കുഞ്ഞിത്തമ്മനെ പറ്റി അറിയാമല്ലോ സാറിന്. 100 ജിറാഫിനെ പിന്നെ മ്യൂസിയത്തിൽ ഇറക്കുന്നതും അതിൽ
10 കത്തോലിക്കരായിരിക്കണമെന്നാണ് അദ്ദേഹം ചാടി എഴുതിയിട്ട് പറഞ്ഞതെന്നാണ് കഥ. ശരിയുമാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ അത്തരത്തിൽപ്പെട്ട കുറേ കഥകൾ അന്നുണ്ടായി. വന്നത്തോൽമനാഭൻ പിന്നെ MLA ആയിരുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അദ്ദേഹം ഒരു ടൈമിലെ MLA ആയിട്ടിരുന്നുള്ളൂ. ആ സമയത്താണ് ഇങ്ങനെ. അപ്പോൾ അന്ന് സമുദായ നേതാക്കന്മാർക്ക് ഇങ്ങനെയുള്ള ഒരു അല്ലെങ്കിൽ സമുദായം ചേർത്തിങ്ങനെ സ്വാധീനം ഇപ്പോഴും അത്ര സ്വാധീനമൊന്നും ഇല്ല എന്നിരിക്കെ ഈ സമുദായ നേതൃത്വത്തിൻ്റെ പിന്തുണയിൽ വലിയ കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാൻ ഞാനില്ല എന്ന് പലപ്പോഴും വളരെ മേനി നടിച്ച് പറയാറുള്ളതാണ്. സമുദായ നേതാക്കന്മാരെ അകറ്റി നിർത്തുന്ന ഒരു ലെഫ്റ്റ് ലിബറൽ എന്നൊക്കെ ഇപ്പോൾ പുതിയ ഭാഷയിലൊക്കെ പറയത്തില്ല, ആ രീതിയിൽ കോൺഗ്രസിനോട് പ്രവർത്തിക്കുന്ന ആളാണ്. ഒരിക്കലും അരുന്ധതി റോയ് ഗാന്ധിജിയെ വളരെ അപഹാസ്യമായി സംസാരിച്ചപ്പോൾ അരുന്ധതി റോയെ വിമർശിക്കരുതെന്ന് പറഞ്ഞ ഒരു പ്രസ്താവന VD സതീശൻ ഇറക്കിയിട്ടുണ്ട്. ഗാന്ധിജി വിമർശനങ്ങൾക്ക് അതീതനല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഒരു പ്രൊഫൈൽ അദ്ദേഹം സൃഷ്ടിച്ചു വയ്ക്കുന്ന ആളാണ്. അതവിടെ നിൽക്കട്ടെ. അങ്ങ് പറഞ്ഞ പോലെ രാഷ്ട്രീയ മത നേതാക്കന്മാരുടെ പിന്തുണ അവിടെ നിൽക്കട്ടെ. നമുക്ക് രമേശ് ചെന്നിത്തലയിലേക്ക് വരാം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇവിടുന്ന് AK ആന്റണിയുടെ നേതൃത്വത്തിൽ ആദർശധീരരായ കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ ഇടതുപക്ഷത്തേക്ക് പോയ ഒരു സമയം അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് ഞാൻ പേരെടുത്ത് പറയാം, AK ആന്റണി, വയലാർ രവി, VM സുധീരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC ചാക്കോ, ആദർശധീരന്മാരെല്ലാവരും പോയി. എല്ലാവരും പോയി. അവർ ഇടതുപക്ഷത്ത് പോയി ഒരുമിച്ച് വിളിച്ച മുദ്രാവാക്യമുണ്ട്, ഭാരതയക്ഷി ഇന്ദിരാഗാന്ധി. ഇന്ദിരയ്ക്ക് തീറ് കിട്ടിയ ഭൂമിയല്ല ഭാരതം. മുദ്രാവാക്യം വിളിച്ചവരൊക്കെ ആണ് ഇന്ന് ഈ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയെ ഇങ്ങനെ വിളിച്ച ആളുകളാണ് ഇന്ന് കോൺഗ്രസിനെ നയിക്കുന്ന കേരളത്തിൽ. അന്ന് കോൺഗ്രസിനോടൊപ്പം കരുണാകരൻ, ലീഡർ എന്ന് പറയുന്ന കരുണാകരനോടൊപ്പം നിന്ന ഒരു യുവനേതാവ്, അല്ലെങ്കിൽ അദ്ദേഹം കണ്ടെത്തിക്കൊണ്ടുവന്ന ഒരു യുവനേതാവാണ് രമേശ് ചെന്നിത്തല. അന്ന് KSUവിലും യൂത്ത് കോൺഗ്രസിലും ഒക്കെ പ്രവർത്തിക്കാൻ നേതൃത്വം നൽകാൻ ആദർശധീരന്മാരെല്ലാവരും അങ്ങേ തലയ്ക്കലിൽ പോയി. ഈ KSUവിൽ നിന്നതും യൂത്ത് കോൺഗ്രസിൽ നിന്നതും രമേശ് ചെന്നിത്തലയാണ്. 28ാമത്തെ വയസ്സിൽ അദ്ദേഹം മന്ത്രിയാവുന്നു, ഗ്രാമവികസന വകുപ്പ് മന്ത്രിയാവുന്നു. അന്ന് KR ഗൗരിയമ്മ രാഷ്ട്രീയത്തിൽ കത്തിച്ചൊലിച്ചിരിക്കുന്ന സമയമാണ്. ഗൗരിയമ്മ പറഞ്ഞു, അഴിമതിയില്ലാത്ത സമർത്ഥനായ മന്ത്രിയാണ് രമേശ് ചെന്നിത്തല സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതൊക്കെ ഓർമ്മയുണ്ടാവില്ല. തെന്നല ബാലകൃഷ്ണപിള്ളയെ പോലുള്ളൊരു നേതാവിനെ ഒഴിവാക്കിയാണ് രമേശ് ചെന്നിത്തലയാക്കിയത്. വളരെ സീനിയറായ തെന്നൽ ബാലകൃഷ്ണപിള്ള MLA ആണ്. വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം ഭരണപരിചയം വെളിവാക്കിയുണ്ടായി. പിന്നീട് ദേശീയ തലത്തിൽ NSU പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, CWC വർക്കിംഗ് കമ്മിറ്റി മെമ്പറൊക്കെ ആയി. ഇന്ന് ബംഗാൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന മമതാ ബാനർജി ഇദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ച ഒരു ഭാരവാഹിയാണ്. ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന കിരൺ ബാബു റെഡ്ഡി ഇദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ച മുൻഷിയുടെ ഭാര്യയൊക്കെ ഇദ്ദേഹത്തെക്കാൾ വളരെ ജൂനിയർ. അവരൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തലയോട് രാഷ്ട്രീയമായും ചരിത്രപരമായും നീതി ചെയ്തിട്ടുണ്ടോ എന്ന് കോൺഗ്രസ് പ്രവർത്തകരോ കോൺഗ്രസ് അനുഭാവികളോ നിഷ്പക്ഷരോ ആലോചിച്ചാൽ VD സതീശനേക്കാൾ മുൻതൂക്കം ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് ജനമനസ്സുകളിൽ കിട്ടിയെന്നിരിക്കും. സാറേ, അത് ശരിയാണ്. സാർ പറഞ്ഞത് ശരിയാണ്. അവസരങ്ങൾ ഉപയോഗിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു എന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1ാം വർഷം ഡിഗ്രി വിദ്യാർത്ഥിയായി പഠിക്കുമ്പോൾ അദ്ദേഹം ഫൈനൽ ഇയർ വിദ്യാർത്ഥിയായിരുന്നു. അന്ന് കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. അന്ന് കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. അന്ന് G രാമൻ നായർ ഇപ്പോൾ ഒരു നേതാവുണ്ട്. അദ്ദേഹമായിരുന്നു അവിടുത്തെ KSUവിൻ്റെ മുഖം എന്ന് പറയുന്നത്. ദേവസ്വം ബോർഡ് പിന്നീടൊക്കെ വന്ന് ഇപ്പോൾ BJP ചേർത്തിരിക്കുന്നത് G രാമൻ. അദ്ദേഹം യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്നു. ആ വർഷം തന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ അയാളായിരുന്നു KSUവിൻ്റെ ആ കോളേജ് ക്യാമ്പസിലെ മുഖം. അതിൽ രമേശ് ചെന്നിത്തല വളരെ പിന്നിലായിരുന്നു. കോളേജ് യൂണിയൻ ചെയർമാൻ സ്ഥാനം കഴിഞ്ഞ് ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം പറഞ്ഞു കൂട്ടുക അല്ലെങ്കിൽ നേതൃനിരയിലേക്കുള്ള പോക്ക് അവസാനിച്ചു എന്ന് കരുതിയ ഇരുന്ന അവസരത്തിലാണ് അദ്ദേഹം സമർത്ഥനായിരുന്നു. അദ്ദേഹം ഈ ബാലജന സഖ്യത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഈ ചെറുപ്പം തൊട്ട് നന്നായി പ്രസംഗിക്കുമായിരുന്നു. പിന്നെ പ്രധാനമായിട്ടും അദ്ദേഹത്തിന് ഹിന്ദിയിലുള്ള ഒരു നോളജ്, ഹിന്ദി വിശാരദാത്ര പരീക്ഷകളൊക്കെ ചെറുപ്പത്തിൽ പാസ്സായിരുന്നുകൊണ്ട് ഹിന്ദിയിലുള്ള ഒരു നോളജ് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നേതൃസ്ഥാനത്ത് നിന്ന് ഈ കോളേജ് യൂണിയൻ ചെയർമാൻ സ്ഥാനത്തിന് ശേഷം അദ്ദേഹം ഏതാണ്ട് രാഷ്ട്രീയം അവസാനിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ ഒരവസ്ഥ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ അദ്ദേഹം ലോ കോളേജിലായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം പിന്നെ ഈ സാറി പറഞ്ഞതുപോലെ കോൺഗ്രസിലെ അന്നത്തെ പിളർപ്പുണ്ടാവുകയും ആ പിളർപ്പിൽ പലരും AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ വിഭാഗം, അദ്ദേഹമാണല്ലോ ആദർശ ധീരനായി കരുതപ്പെടുന്നത്, യുവാക്കളൊക്കെ അങ്ങനെ ഒരവസ്ഥയായിരുന്നു. അവിടെ പോവുകയും ചെയ്ത നിലയിൽ നിന്ന് കരുണാകരൻ കണ്ടെത്തിയവരാണ്. അന്ന് കരുണാകരനോടൊപ്പം ഉണ്ടായിരുന്ന G കാർത്തികേയൻ മാത്രമാണ്. ആ ഒരു നേതൃനിരയിലുണ്ടായിരുന്ന G കാർത്തികേയൻ മാത്രമാണ്. പിന്നീട് രമേശ് ചെന്നിത്തല, പന്തളം സുധാകരൻ, ഇവരെ രണ്ടുപേരെയും കരുണാകരൻ കണ്ടെത്തുകയും പിന്നീട് തന്നെ സ്വസിദ്ധമായ കഴിവുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹിന്ദിയിൽ പ്രസംഗിച്ച് ഇന്ദിരാഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെട്ടാണ് അദ്ദേഹം NSUIൻ്റെ പ്രസിഡന്റ് ആകുന്നത്. പിന്നെ രാജീവ് ഗാന്ധിയുടെ അദ്ദേഹത്തെ അങ്ങനെ വാക്ചാതുരിയും ഒക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കരുണാകരൻ കണ്ടെത്തിയെങ്കിലും ഒടുവിൽ നമുക്കറിയാം കരുണാകരനെയും കവച്ച് വെക്കുന്ന സ്ഥിതിയിലേക്ക് അദ്ദേഹം എത്തി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതിനകത്തൊന്നും അവിടെ അദ്ദേഹത്തിന് ഒരു സാമുദായികമായ പിൻബലത്തിലല്ല അദ്ദേഹം ഈ സ്ഥാനങ്ങളൊന്നും നേടിയെടുത്തത്. പക്ഷേ അതെനിക്ക് തോന്നുന്നു നമ്മൾ മൊത്തം രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്ഥിതി മാറിയത് കൊണ്ടാകാം ഇപ്പോഴും. ഒരിക്കലും സമുദായത്തിൻ്റെ ബലത്തിലല്ല, സമുദായ പിന്തുണയുടെയും ബലത്തിലല്ല എന്ന് മാത്രമല്ല. ഞാനൊരു കാര്യം പറഞ്ഞ ചങ്ങനാശ്ശേരി കോളേജിൽ ഈ അദ്ദേഹം KSU പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ NDP ഒരു വിദ്യാർത്ഥി വിഭാഗമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും ഈ NSS നേതൃത്വവുമായിട്ട് ഏറ്റുമുട്ടിയാണ് അദ്ദേഹമൊക്കെ അന്ന് ഞാൻ കോളേജ് അവിടുത്തെ കാര്യം മാത്രമാണ് പറയുന്നത്.
അന്നൊക്കെ ഈ പ്രസംഗങ്ങളിലുമൊക്കെ സമുദായ നേതൃത്വത്തെയൊക്കെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വന്നിരുന്നത്. അപ്പം അങ്ങനെ ഒരു സമുദായത്തിൻ്റെ ഒരു രക്ഷാകർതൃത്വം അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കരുണാകരൻ കണ്ടെത്തി, അദ്ദേഹം സ്വതസിദ്ധമായ കഴിവുകൊണ്ട് അദ്ദേഹം മികച്ചൊരു സംഘാടകനായി മാറി. അദ്ദേഹത്തിൻ്റെ ഈ കേന്ദ്ര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരു വലിയ സ്വാധീനം കിട്ടി. അത് അദ്ദേഹത്തിൻ്റെ ഭാഷാപരിചയം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുകൂടിയാണ്. അങ്ങനെയാണ് രമേശ് ചെന്നിത്തല ഒരു നേതാവായത്. പക്ഷെ അദ്ദേഹമൊക്കെ ഇപ്പോൾ ഈ സമുദായ നേതൃത്വത്തിൻ്റെ പിൻബലത്തിന് വേണ്ടി മാത്രമായി ഇങ്ങനെ മാറുന്നു എന്ന് പറയുമ്പോൾ അത് പല നേതാക്കന്മാർക്കും പറ്റിയിട്ടുണ്ട്. വയലാർ പോലെയുള്ള സിംഹമായിരുന്ന ആൾക്കാരൊക്കെ അവസാന കാലഘട്ടങ്ങളിൽ സമുദായമാണ് തുണച്ചത്. ഇതൊക്കെ നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. പക്ഷെ വി ഡി സതീശനെ പലപ്പോഴും അങ്ങനെ പറഞ്ഞിരുന്നില്ല. അതൊരു സത്യമാണ്. ഇപ്പോൾ അദ്ദേഹം ഭയന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ അദ്ദേഹം ഭയന്നിരിക്കുന്നു ഈ സമുദായം. അതിന് എൻ്റെ കാര്യം സാറ് പറഞ്ഞതിന് കാര്യം തന്നെയാണ്. കാരണം ഈ ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്ന് ഒരു വലിയ യൂത്ത് കോൺഗ്രസിൻ്റെ നിരയെന്ന് പറയുന്നത് വി ഡി സതീശനോടൊപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ സീനിയർ നേതാക്കന്മാരെ ഒതുക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തി എന്നുള്ളത് സത്യമാണ്. ഇപ്പം സമുദായ നേതാക്കന്മാരെന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പോൾ കെ സുധാകരനാണല്ലോ KPCC പ്രസിഡന്റ്. ഇപ്പോൾ കെ സുധാകരന് ഇനിയൊരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഒരു ഈഴവൻ ഉണ്ടാകണം എന്നത് എന്തുകൊണ്ടായിരിക്കാം വെള്ളാപ്പള്ളി നടേശൻ തീർച്ചയായിട്ടും കെ സുധാകരനെ പോലെ പരിണതപ്രജ്ഞനും 76 വയസ്സ് പ്രായമുള്ള കണ്ണൂരിലെ മാർക്സിസ്റ്റ് കോട്ടയിൽ കോൺഗ്രസിന് അടിവേരുകൾ ഉണ്ടാക്കിയ ഒരു വലിയ സമാദരണീയനും ധീരനുമായ ഒരു നേതാവിനെ വേദിയിലിരുത്തി അപഹസിക്കുന്ന എത്രയോ അവസരങ്ങൾ നമ്മൾ കണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരു സാമുദായിക നേതാവിന് അമർഷം ഉണ്ടാക്കുന്നതിൽ തെറ്റ് പറയാൻ അത് പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇനി രമേശ് ചെന്നിത്തലയിലേക്ക് വന്നാൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നു നടപ്പാക്കി ഓപ്പറേഷൻ കുബേര ഇവിടുത്തെ നിക്ഷേപ തട്ടിപ്പുകാർക്കെതിരെ പൂർണ്ണ വിജയം അല്ലെങ്കിൽ പോലും ശക്തമായ ഒരു നടപടിയാണ്. അതാണ് ഇപ്പോഴും അതിനെ ചുവട് പിടിച്ചാണ് കേന്ദ്രം തന്നെ നിയമം കൊണ്ടുവരുന്നത്. ഈ പുതിയ നിയമം ഇപ്പോൾ കേന്ദ്രം കൊണ്ടുവരുന്നുണ്ട്. അതെ, ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. അതെ, പ്രതിപക്ഷ നേതാവായിട്ട് കൊണ്ടുവന്ന അദ്ദേഹം സ്പ്രിംഗ്ലർ പോലുള്ള ഡേറ്റ തെഫ്റ്റ് ധാരാളം ആരോപണങ്ങൾ കൊണ്ടുവന്നു. അതൊക്കെ ശരിയാകുന്നില്ല. ആഴക്കടൽ മത്സ്യബന്ധനം അതെല്ലാം മുഖ്യമന്ത്രി ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പക്ഷെ അതിന് അദ്ദേഹത്തിന് മതിയായ സപ്പോർട്ട് പാർട്ടിയിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും കിട്ടിയില്ല. ഈ തർക്കം നടക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ആശയം വരാറുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ദളിത് സപ്പോർട്ടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണല്ലോ. ഈ കേരളത്തിൽ ഒരു സമുന്നതനായ ഒരു ദളിത് നേതാവുണ്ട്. 8 തവണ പാർലമെൻറ്റ് മെമ്പറായ ഭരണപരിചയമുള്ള കേന്ദ്രത്തിൽ തൊഴിൽ മന്ത്രിയായിരുന്ന കൊടിക്കുന്നിൽ സുരേഷ്. തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഈ ലിറ്ററസി ഏറ്റവും കൂടിയ ഈ സ്റ്റേറ്റിൽ ഒരു ദളിതനെ, ഇപ്പം മുർമുവിനെ നമ്മുടെ രാഷ്ട്രപതിയാക്കി, ഈ കൊടിക്കുന്നിൽ സുരേഷിനെ ഇവിടെ മുഖ്യമന്ത്രിയാക്കി കോൺഗ്രസിനെ ഒരു ദേശീയ മാതൃക സൃഷ്ടിക്കാവുന്നതാണ്. കൃത്യമായിട്ടും അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുമുണ്ട്. അദ്ദേഹം KPCC പ്രസിഡന്റ് ആകാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം സ്വകാര്യ സംഭാഷണങ്ങളിലും ചില ചർച്ചകളിലുമൊക്കെ അദ്ദേഹം ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. അഭിമുഖങ്ങളിലുമൊക്കെ അദ്ദേഹത്തിന് അവസരം ലഭിക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഈ ദളിതനായതുകൊണ്ടാണെന്നൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്യാവുന്നത്. പക്ഷേ കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് പറയുന്നത് പലപ്പോഴും ഈ സിറിയൻ, ക്രിസ്ത്യൻ, നായർ, ഈഴവ ഒരു വലിയ വിഭാഗം, ഈഴവരിൽ ഒരു വലിയ വിഭാഗം CPMൻ്റെ കൂടെയാണ്. ജാതി തിരിച്ച് പറഞ്ഞാൽ അവരുടെ ഒരു നിയന്ത്രണത്തിലാണ് കോൺഗ്രസ്. നായർ സമുദായത്തിൻ്റെയും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും ഒരു നിയന്ത്രണത്തിലാണ് പലപ്പോഴും. അല്ലെങ്കിൽ കൂടുതൽ കോൺഗ്രസ്സുകാർ അങ്ങനെയാണെന്ന് പറയാം, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നവരാണെന്ന് പറയാം. അതുകൊണ്ട് ആണ് ഈ R ശങ്കറിന് ശേഷം ഒരു ഈഴവ മുഖ്യമന്ത്രി തന്നെ ഉണ്ടായിട്ടില്ല. അതും വെള്ളാപ്പള്ളി നടേശൻ്റെ മനസ്സിൽ ഇങ്ങനെയുണ്ട്, സ്വാഭാവികമായിട്ടുണ്ട്. VS അച്യുതാനന്ദനും പിണറായി വിജയനും മുഖ്യമന്ത്രിമാരെ അവരെ SNDP-യുമായി എത്രത്തോളം സഹകരിക്കുന്നുള്ളതല്ല വിഷയം. പക്ഷേ മനസ്സിൽ ഇതുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ഈ സതീശനെതിരായ ഒരു നിലപാട്. അത് സാറി പറഞ്ഞതാണ് പ്രധാന കാരണം. വേദിയിലിരുത്തി കെ സുധാകരനെ പോലെ ഒരാളിനെ പലപ്പോഴും അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിചയത്തിൻ്റെ പുറത്ത് അങ്ങ് ചെയ്തതാണ്. രാഷ്ട്രീയ പക്വതയുടെയൊക്കെ പേരിൽ ചെയ്തതാണ്. അതൊക്കെ അദ്ദേഹത്തെ തിരിഞ്ഞടിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഒരു പരിധി വരെ. പക്വത കഴിഞ്ഞിട്ട് ധാർഷ്ട്യത്തിന്റെ ഒരു സോണിലേക്ക് പോയ ഒരു ആളാണെന്നൊരു വിമർശനം. ഏതായാലും രമേശ് ചെന്നിത്തലയെ പറ്റി ഒരു ധാർഷ്ട്യം ഉള്ള നേതാവെന്നൊരു അഭിപ്രായം അദ്ദേഹം അണികൾക്കും നേതാക്കൾക്കും സ്വീകാര്യനാണ്. പിന്നെ ഇതിനിടയിൽ ഇനിയും മറ്റാരെങ്കിലുമൊക്കെ ഈ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നുണ്ടോ, കാത്തിരിക്കുന്നുണ്ടോ, മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പലരും ഉണ്ടാകാം. പക്ഷേ ഇതൊക്കെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചു വരണ്ടേ സാറേ? ഇനി 15 മാസമോ 16 മാസമോ ഉണ്ട്. ഈ 16 മാസത്തിനിടയിൽ കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഒക്കെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടി. ഇവർ അത്രയ്ക്ക് അങ്ങ് പ്രതീക്ഷിച്ച് ഇരുന്നിട്ട് വലിയ കാര്യമില്ല. വർക്ക് ചെയ്യുകയാണല്ലോ പ്രധാനം എന്ന്. അപ്പോൾ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണാം.